ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്കാണ് പോണത്. എനിക്കും വയറുവേദന, സഞ്ജുവിനും വയറുവേദന. അപ്പോൾ എന്നെ കാണിക്കണം, സഞ്ജുവിനെ കാണിക്കണം, അതിന് പോവാ കേട്ടോ. സിദ്ധുട്ടൻ വെറുതെ ഞങ്ങളെ കൂടെ പോകുന്നതാണ്. എന്തൊരു സന്തോഷത്തിലല്ലേ പോണത്. അത് വേറൊന്നും അല്ല കേട്ടോ, മൊറയൂർ ഹോസ്പിറ്റലിലേക്കാണ് പോണത്. മൊറയൂർ ഹോസ്പിറ്റലിൽ പാർക്കും ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. ചെറുതായിട്ടുള്ളൂ, അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മാണിയേട്ടൻ്റെ മുതലാളിയാണിത്, പണിക്കുള്ള മണിയേട്ടൻ. അപ്പോൾ മണിയേട്ടൻ മൊറയൂരിക്കാണ് ഞങ്ങളോട് പോരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോറിക്ഷയിൽ പോകാമെന്നുള്ള ആ സന്തോഷത്തിൽ, ബസ്സിൽ പോകണ്ടല്ലോ ഓട്ടോയിലാണല്ലോ പോകണമെന്നുള്ള അതിൽ വേഗം ഓട്ടോറിക്ഷയിൽ കയറി കേട്ടോ. അങ്ങനെ പോയപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് സ്കൂളാണ്, താഴെ സ്കൂളെന്ന് പറയും കേട്ടോ. അരിമ്പുഴ താഴെ സ്കൂള്, ഹൈസ്കൂളാണ്. LKG മുതൽ +2 വരെ ഉണ്ട് കേട്ടോ. സിദ്ധുട്ടനും സഞ്ജൊന്നും പഠിക്കുന്നത് ആ സ്കൂളിലല്ല, അത് നമ്മളിവിടെ അടുത്തുള്ള സ്കൂളിലാണ് കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയ പാടെ ഞാൻ ഷീറ്റ് എടുക്കാൻ പോയപ്പോൾ ഓല് കയറിയത് ഊഞ്ഞാൽ ആടാനും ഈ പാർക്കിൽ കയറി കളിക്കാനാട്ടോ ഓല് ഓടിയത്. ഓല് രണ്ടാളും ഊഞ്ഞാലാടനെ കണ്ടപ്പോൾ സായുവിന് വേണം ഊഞ്ഞാലാടുക. അപ്പോൾ ഓനതിന് കരഞ്ഞു. അപ്പോൾ ഓനെ സിദ്ധുട്ടനെ മടിയിക്കാണ്ട് വെച്ചെടുത്തേക്ക് ഓനെ കരച്ചിലൊക്കെ പോയിട്ടോ. കണ്ടോ, 2 കൈ കൊണ്ട് പിടിച്ചിരിക്കണേ. കുട്ടി വലിയ കുട്ടിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ടോക്കനായോ നോക്കി നിന്നപ്പോഴാണ് അവിടെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. അക്വേറിയത്തിലത്തെ മീനുണ്ടോ, എത്രയും മീനാക്കി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അക്വേറിയം. അതിലുള്ള മീനുകളൊക്കെ പലവിധ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഡോക്ടർ ഏതോ ഒരു കുട്ടി വന്ന് കൈ മുറിയായിട്ട് ഒന്നായിട്ട് വന്നിട്ട് ആ മുറി കെട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. ആ ടൈമിൽ ഞാനിങ്ങനെ അക്വേറിയത്തിൻ്റെ അടുത്ത് നോക്കി നിന്നപ്പോൾ കണ്ടോ മീനുകൾ ഇങ്ങനെ പോണേ. ഇത് കണ്ടിട്ടാണ് സിദ്ധുട്ട ഇവിടെ വീട്ടിൽ വന്ന് കുറച്ച് ഗപ്പിക്കുട്ടികളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ജിമ്മും ഹോസ്പിറ്റലിലുള്ളതാണ് കേട്ടോ. കാണിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരുമ്പോൾ സഞ്ജു വേഗം ഓടി ഇതിൽ കയറി. ഇവരെപ്പോൾ വന്നാലും ഇതിലൊക്കെ കയറിയിട്ട് കണ്ടോ അങ്ങനെ കളിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വയറുവേദനയാണ്, വയറുവേദന കൂടും കേട്ടോ, അങ്ങനെ കളിക്കല്ലേ, ഇറങ്ങി വാ എന്ന് വിളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കാണിച്ചൊക്കെ പോന്നപ്പോൾ മൊറയൂരിക്ക് എത്തി. അപ്പം ഞങ്ങൾക്ക് ചായ കുടിക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു ലൈമെങ്കിലും കുടിക്കാതെ ഞങ്ങൾ പോരൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ് കണ്ടോ. ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടതെന്ന് വന്ന് ചോദിച്ചപ്പോൾ മാനേട്ട ഓരോരുത്തർക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാതും കഴിഞ്ഞു കേട്ടോ. പൊറാട്ടയും ബീഫും മാത്രമേ ഉള്ളൂ, പിന്നെ വെള്ളപ്പം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറുകടി എന്തെങ്കിലും മതിയോയെന്ന് ചോദിച്ചപ്പോൾ ഓൾക്ക് ആർക്കും അത് വേണ്ടാന്ന്. അപ്പോൾ പിന്നെ എല്ലാവർക്കും പൊറാട്ട മതി എന്ന് പറഞ്ഞിട്ട് സഞ്ജുവിനോട് ഞാൻ പറഞ്ഞു വയറുവേദനയാണ്, പൊറാട്ട തിന്നണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും താട്ടൻ അതല്ലേ തിന്നണേ, എനിക്കും അത് മതി പറഞ്ഞു. അവനൊരു പൊറാട്ട വാങ്ങിയിട്ടോ. പക്ഷെ അത് മുഴുവൻ തിന്നതൊന്നുമില്ല. പകുതി ആയപ്പോഴേക്കും അവന് വയറുവേദന എടുക്കുന്നുണ്ട് കാരണം അവൻ അവിടെ ഇട്ടു. സിദ്ധുട്ടനും മാനേട്ടനും പിന്നെ തിന്നു കേട്ടോ. ഞാനൊരു വെള്ളപ്പം വാങ്ങി സായുവിനും കൊടുത്ത് ഞാനും സായും കൂടി വെള്ളപ്പം തിന്നു കേട്ടോ. സിദ്ധുട്ടനെ കാര്യമായിട്ട് കൊണ്ടുവന്നത് തന്നെ അവൻ്റെ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ യൂണിഫോം അടിക്കാൻ കൊടുത്ത കട തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഓൻ പറയാ, എനിക്ക് ഭാഗ്യമുണ്ട് അച്ഛാ, എനിക്ക് പൊറാട്ടയും ബീഫും തിന്നാനുള്ളൊരു ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് അച്ഛക്ക് എന്നെ കൊണ്ടുവരാൻ തോന്നിയത്. ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ പൊറാട്ടയും ബീഫൊന്നും കിട്ടൂലേന്നല്ലോ, അച്ഛൻ മാത്രം തിന്നൂലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുക കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോവാൻ വേണ്ടി ബസ് കാത്തിക്കുക കേട്ടോ. ബസ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഈ കടേൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുട്ടികളിങ്ങനെ ഓരോന്ന് വേണം പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ട് മണിയാട്ടം തിരിച്ച് വരുന്നേ. അപ്പോൾ ഞങ്ങൾ എന്നാൽ പോരി, ഞാൻ തിരിച്ച് പോവുകയാണ്, കഴിഞ്ഞെങ്കിൽ ഇതിൽ കയറിക്കോളിയാണ്. അപ്പോൾ ഞങ്ങളത് കേട്ടപാടെ വേഗം ഓടി കയറിട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴും മണിയേട്ടനെ കിട്ടി, ഇങ്ങോട്ട് പോന്നപ്പോഴും മണിയേട്ടനെ കിട്ടി. അങ്ങനെ മണിയേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തുടക്കമായതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.